സഹോദരന്മാരെ, പരിശുദ്ധമായ മുഹറം മാസം, ആ മുഹറം 1 മുതൽ 10 വരെ നോമ്പ് നോൽക്കൽ വലിയ സുന്നത്തുണ്ടോ? മുഹറം 1 മുതൽ 10 വരെ നോമ്പ് നോൽക്കൽ വലിയ സുന്നത്താണ്. പ്രത്യേകിച്ച് മുഹറം 9-നും 10-നോ അതേ നോമ്പ് വളരെ മുഅക്കദായ സുന്നത്താണെന്ന് മഹാന്മാരെ പഠിപ്പിച്ചത് കാണാം. മുഹറം 9-ന്റെ അന്നും മുഹറം 10-ന്റെ അന്നും പ്രത്യേകിച്ച് നോമ്പ് നോൽക്കുന്നതിന് വലിയ പുണ്യമാണെന്ന് മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ചത് കാണാം. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ത്വബറാനി ഉദ്ധരിക്കുന്നത് കാണാം. മൻ സാമ അയ്യാമൽ അശ്ർ ഇലാ ആശൂറാ ഔറസല്ലാഹു അൽ ഫിർദൗസൽ അഅ്ലാ. ഒരു മനുഷ്യൻ മുഹറം 1 മുതൽ മുഹറം 10 വരെ നോമ്പ് എടുത്താൽ ഔറസഹുല്ലാഹുൽ ഫിർദൗസൽ അഅ്ലാ, അവന് ജന്നാത്തുൽ ഫിർദൗസിനെ അല്ലാഹു തആല നൽകുമെന്ന് ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വർഗത്തിൽ തന്നെ വലിയ ഉന്നതമായ സ്വർഗമാണ് ജന്നാത്തുൽ ഫിർദൗസ്. ആ ജന്നാത്തുൽ ഫിർദൗസ് മുഹറം 1 മുതൽ 10 വരെ നോമ്പെടുത്ത ആളുകൾക്ക് അല്ലാഹു തആല നൽകുമെന്ന് ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് കാണാം. മാത്രമല്ല, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ മുഹറം മാസം, ആ മുഹറം 10-ന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം. പുതുവത്സരമായതുകൊണ്ട് തന്നെ ആ പുതുവത്സരം മുഹറം മാസം, ആ മുഹറം മാസത്തിന്റെ 10-ാമത്തെ ദിവസം, ആശൂറാന്റെ ദിവസം, ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ കുടുംബത്തിന് വിശാലത ചെയ്തു കൊടുത്താൽ ആ വർഷം മുഴുവനും അല്ലാഹു തആല അവന് വിശാലത ചെയ്തു കൊടുക്കുമല്ലോ ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു വർഷം തുടങ്ങുകയാണ്. ഈ വർഷം മുഴുവനും ദാരിദ്ര്യമില്ലാതെ പോകണം. ഈ വർഷം മുഴുവനും ഇക്കഴിഞ്ഞ വർഷം അനുഭവിച്ചതുപോലെ പ്രളയങ്ങളും ഉരുൾപൊട്ടലുകളും ദുരിതങ്ങളും ഒരു പ്രയാസവുമില്ലാതെ നമ്മുടെ ജീവിതം സന്തോഷപൂരിതമാക്കണമെങ്കിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മൻ വസിഅ അലാ ഇയാലിഹി യൗമ ആശൂറാ വസിഅ അല്ലാഹു അലൈഹി സനത കുല്ലഹാ. മുഹറം 10-ലെ അന്നത്തെ ദിവസം അല്ലാഹു തആല വലിയ ആദരവ് നൽകിയ ദിവസമാണല്ലോ. ആ ദിവസത്തിൽ ഏതെങ്കിലും ഒരാൾ തന്റെ കുടുംബത്തിന് നല്ല സന്തോഷം പകർന്നു, ആ കുടുംബത്തിൽ നല്ല വിശാലത ചെയ്തു, ഭക്ഷണത്തിൽ വിശാലത ചെയ്തു, വസ്ത്രത്തിൽ വിശാലത ചെയ്തു, തന്റെ ഭാര്യയുമായി നല്ല സന്തോഷത്തോടുകൂടെ ആ ദിവസം അവൻ പങ്കിടുകയാണ്. അതുപോലെ തന്നെ മക്കളുമായി നല്ല സന്തോഷത്തോടെ അവൻ ആ ഒരു ദിവസത്തിൽ ജീവിക്കുകയാണ്. അതുപോലെ അയൽവാസികളോട് ശണ്ട കൂടാതെ കലഹിക്കാതെ, കൂട്ടുകാരനോട് തോന്നിവാസങ്ങൾ പറയാതെ, ഒരു മനുഷ്യനെയും ഗീബത്തും നമീമത്തും പറയാതെ, ഒരാള് പരിശുദ്ധമായ മുഹറം മാസത്തിലെ 10-ാമത്തെ ദിവസം തന്റെ കുടുംബത്തിന് വിശാലത ചെയ്ത അതേ വസിഅ അല്ലാഹു, അല്ലാഹു തആല വിശാലത ചെയ്യുന്നതാണ്. അലൈഹി അസ്സനത കുല്ലഹാ, ആ വർഷം മുഴുവനും അല്ലാഹു തആല അവനെ
വിശാലത നൽകുന്നതാണ്. ആ വർഷം മുഴുവനും അല്ലാഹു തആല അവന് സന്തോഷം പകരുന്നതാണ്. ഇത് പറഞ്ഞിട്ട് മഹാനായ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നാ ജറബ്നാഹു 50 സന ഫവജദ്നാഹു കദാലിക. ഓ സഹോദരന്മാരെ, നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. നബിതങ്ങളെ പറയുകയാണ്, മുഹറം 10 തന്റെ കുടുംബത്തിന് വിശാലത ചെയ്താൽ ആ വർഷം മുഴുവനും അല്ലാഹു തആല അവന് വിശാലത ചെയ്തു കൊടുക്കുന്നതാണ്. ഇതിന്റെ ശേഷം മഹാനായ സുഫിയാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, ഇന്നാ ജറബ്നാഹു 50 സന ഫവജദ്നാഹു കദാലിക. ഈ പറഞ്ഞ വിഷയത്തിൽ ഒരാള് പോലും സംശയിക്കേണ്ടതില്ല. കാരണോ മഹാനായ സുഫിയാൻ തങ്ങളെ പഠിപ്പിക്കുകയാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ ഞാനും അതുപോലെ എന്റെ സഹപാഠികളും ഞങ്ങൾ 50 വർഷത്തോളം ഈ വിഷയത്തെ പരീക്ഷിച്ചു. അഥവാ മുഹറം 10 കുടുംബത്തിന് വിശാലത ചെയ്താൽ ആ വർഷം മുഴുവൻ അല്ലാഹു തആല അവന് വിശാലത ചെയ്യുമെന്ന് പറഞ്ഞ ആ വിഷയത്തെ ഞങ്ങൾ 50 കൊല്ലം പരീക്ഷണം നടത്തിയപ്പോൾ ഫവജദ്നാഹു കദാലിക. അതേ ഞങ്ങൾക്ക് നബി ഞങ്ങളെ പറഞ്ഞ അതേ രൂപത്തിലാണ് എത്തിക്കാൻ കഴിയുന്നത്. ആ 50 വർഷവോ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷമാ, വലിയ റാഹത്ത്. അതേ ദാരിദ്ര്യമില്ല, പറയത്തക്ക രോഗങ്ങളില്ല, അപകടങ്ങളില്ല, അതേ കലഹങ്ങളില്ല, പ്രകൃതിക്ഷോഭങ്ങളില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതാ മുഹറം 9ഉം 10ഉം നമ്മളിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. ആ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും നമ്മുടെ കുടുംബത്തിന് വിശാലത ചെയ്യണം. നമ്മുടെ കുടുംബത്തിന് നമ്മൾ നല്ല സന്തോഷം പകരണം. അങ്ങനെ സന്തോഷം പകർന്നാലേ ആ മനുഷ്യന് ആ ഒരു വർഷം മുഴുവനും അല്ലാഹു തആല വലിയ ബറക്കത്തുള്ള വർഷമാക്കി മാറ്റിക്കൊടുക്കുകയാണ്. അല്ലാഹുവേ തൗഫീഖ് നൽകണം റഹ്മാനേ.